നമസ്കാരം. പ്രധാന വാർത്തകൾ. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. കർഷകർക്ക് മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണം. 2017 സീതാറാം യെച്ചൂരി മോദിക്ക് അയച്ച കത്ത് പങ്കുവച്ചു. 2020 ലോകകപ്പ് ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് ജയ്ഷാ. വാർത്തകൾ വിശദമായി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി. വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2017 പ്രധാനമന്ത്രി മോദിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് എക്സിൽ പങ്കുവച്ച് സീതാറാം യെച്ചൂരി കർഷകർക്ക് മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണമെന്നും താങ്ങുവില 50% ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യെച്ചൂരിയുടെ കത്തിലെ ആവശ്യം. ഇനി കായിക വാർത്ത. ഈ വർഷം വെസ്റ്റ് ഇൻഡീസിനും അമേരിക്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാവും ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കുകയെന്നും ടീം കപ്പ് നേടുമെന്നുമാണ് BCCI സെക്രട്ടറി ജയ്ഷാ പ്രഖ്യാപിച്ചത്. 2022 ഓസ്ട്രേലിയയിൽ നടന്ന 2020 ലോകകപ്പിൽ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായ ശേഷം ദീർഘകാലം രോഹിത് ശർമ്മയും സീനിയർ താരം വിരാട് കോഹ്ലിയും ഈ ഫോർമാറ്റിൽ നിന്ന് മാറി നിന്നു. ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പരയിലാണ് ഇരുവരും തിരിച്ചെത്തിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.